Welcome to class 11 Physics for HSC, CBSE and ISC students. Chapter 6 Work Energy and Power. Today's class is about motion along a vertical circle. Motion along a vertical circle, class number P47. With the plus 1 Physics, HSC, CBSE, ISC സ്റ്റുഡൻസിനുള്ളതാണ് വർക്ക് പവർ എനർജി ചാപ്റ്റർ. അതിലെ മോഷൻ എലോങ് എ വെർട്ടിക്കൽ സർക്കിൾ എന്ന് പറയുന്നത് ഒരു ചെറിയ ടോപ്പിക്കാണ്. മോഷൻ എലോങ് എ വെർട്ടിക്കൽ സർക്കിൾ, ക്ലാസ് നമ്പർ P47. ഇപ്പം മോഷൻ എലോങ് എ വെർട്ടിക്കൽ സർക്കിൾ കാണിക്കുന്ന ഒരു ചിത്രമാണ് വരച്ചിരിക്കുന്നത്. നമ്മൾ വെർട്ടിക്കൽ സർക്കിളിൽ ഒരു വസ്തുവിനെ കറക്കുന്നൊരു പടം, അതിൻ്റെ ആ സർക്കിളിൻ്റെ സെൻറ്റർ O ആണ്, റേഡിയസ് R, എ സർക്കിളിൻ്റെ ബോട്ടം പോയിൻറ്റ്, ബി ടോപ്പ് പോയിൻറ്റ്. ബിയിലെത്തുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസായിട്ട് കറങ്ങുന്നത് വിചാരിച്ചാൽ മതി. ബിയിലെത്തുമ്പോൾ വെലോസിറ്റി V2, എയിൽ വെലോസിറ്റി V1. പിന്നെ ഒരു ചരടിൽ ഒരു കല്ല് കിട്ടിയാണ് കറക്കുന്നതെങ്കിൽ ആ ചരടിൽ ടെൻഷനാണ് T1 T2. ആ കല്ല് മുകളിലെത്തുമ്പോൾ വെയിറ്റ് എംജി താഴോട്ട്, അതിൻ്റെ ഇവിടെ താഴെ എയിലും വെയിറ്റ് എംജി താഴോട്ടായിരിക്കും. ഫിഗർ ഷോസ് ഇത് വെർട്ടിക്കൽ മോഷൻ along a circle. A stone is tied to the end of a string and it is rotated in a vertical plane. B is the top point, A is the bottom point, O is center of the circle. At A, velocity is V1, at B, velocity is V2. And the tensions of the string are marked. The tension at the top is T2. Tension at the top is T2, and tension at bottom point is T1. The tensions will act towards center of circle. The tensions will act along center of circle and weight mg vertically downwards, and the centrifugal force or centripetal force is opposite to or away from the center of circle. The centrifugal is away from the center of circle. That is at B it is opposite to T2, and at A it is opposite to T1. അപ്പോൾ ഒരു സർക്കുലർ മോഷൻ, വെർട്ടിക്കൽ സർക്കുലർ മോഷൻ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ്. 3 പോയിന്റ്, ബി ടോപ്പ് പോയിന്റ്, എ ബോട്ടം പോയിന്റ്. ഇപ്പോൾ മോഷനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. കൺസിഡർ എ ബോഡി ഓഫ് മാസ് M ടൈഡ് അറ്റ് one end of a string and moved world in a vertical circle of radius R. It is found that due to the effect of gravity, the magnitude of the velocity and the tension in the string are different at different points. If A be the lowest point and B be the highest point, and let V1 and V2 be the velocities, and T1 and T2 be the tensions in the string at these points, respectively. At A is the top point. A is the, look here, you see the figure. Here A is the bottom point. At the bottom point, the tension is inward, the weight is downward. So the net force acting on the body is T1 minus mg, which will contribute the centripetal force. That is mv1 square by r, equation number 1. അപ്പോൾ പടത്തെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബോട്ടം പോയിന്റ് വിചാരിക്കുകയാണ്. ബോട്ടം പോയിന്റിൽ ടെൻഷൻ, ബോട്ടം പോയിന്റ് എയിൽ ടെൻഷൻ അകത്തേക്കായിരിക്കും, വെയിറ്റ് എം ജി താഴോട്ടാണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് ആ വസ്തു വരുന്നത് T1 മൈനസ് എം ജി ആണ്. അത് സെൻട്രിപീറ്റൽ ഫോഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതുകൊണ്ട് T1 മൈനസ് എം ജി ഈക്വൽ ടു mv1 സ്ക്വയർ ബൈ ആർ എന്ന് പറയും, ഇക്വേഷൻ 1. അപ്പോൾ എം ജി നമ്മൾ ലെഫ്റ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, റൈറ്റിൽ കൊണ്ടുവന്നാൽ T1 മൈനസ് എം ജി ഇല്ലേ, അതിന് അറ്റ് ബിയിലാണെങ്കിൽ നേരെ തിരിച്ചാണ്, T2 അകത്തേക്കാണ്, T2 അകത്തേക്കാണ്, ബിയിൽ അറ്റ് ബി നോക്കൂ, T2 അകത്തേക്കാണ്, എം ജിയും താഴോട്ടാണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് T2 പ്ലസ് എം ജി ആണ്. അത് mv2 സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്ന സെൻട്രിപീറ്റൽ ഫോഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഫോർ ദി മിനിമം വെലോസിറ്റി ക്രിട്ടിക്കൽ വെലോസിറ്റി അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ് to complete circle, T2 is 0. അപ്പോൾ ജസ്റ്റ് ഹയസ്റ്റ് പോയിന്റിൽ മിനിമം വെലോസിറ്റി വരുന്ന സ്ഥലത്ത് T2 0 ആയിരിക്കണം. അതിൽ കുറഞ്ഞാൽ ഈ നൂല്, ആ ചരട് കുടുങ്ങിപ്പോവും. T2 0. In that case, mg is equal to mv1 square by r. Therefore, mv2 square by r. Therefore, V2 is
root of GR. So what is the meaning? At the point B, top point, the minimum velocity of the string is V2. V2 is GR. That is question number 3. Also, according to the law of conservation of energy, neglect all fractions. Total energy at A is equal to total energy at B. That is half m V1 square plus 0. So half m V2 square plus mg into 2r. Therefore, B1 square is 5gr. M will cancel. B1 is root of 5gr. That is a velocity at the bottom point. This is the velocity of the body at the lowest point, corresponding to the velocity root gr at the highest point. അപ്പോൾ മുകളിലത്തെ പോയിന്റിൽ വെലോസിറ്റി ജി ആർ ആണെങ്കിൽ താഴെയുള്ള പോയിന്റിൽ റൂട്ട് ഓഫ് 5gr ആണ്. ഇൻട്രസ്റ്റ് ആയി ചോദിക്കുന്നതാണ്. വെർട്ടിക്കൽ സർക്കിൾ കറക്കുമ്പോൾ ആ ടോപ്പ് പോയിന്റിൽ മിനിമം വെലോസിറ്റി ആണെങ്കിൽ ബോട്ടം പോയിന്റ് വെലോസിറ്റി എന്താണ്? അത് V1 is root of 5gr ആണ്. അതാണ് ഇവിടെ പറയുന്നത്. This is the velocity root of 5gr at the lowest point corresponding to the velocity root gr at the highest point. That is minimum velocity at the lowest point is to complete the circle. അപ്പോൾ ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി റൂട്ട് ഓഫ് ജി ആർ ആകുമ്പോൾ ലോവസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി റൂട്ട് ഓഫ് 5gr ആയിരിക്കും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഇക്വേഷൻസ് 3 and 4, velocity of the body can be calculated at any point in the situation using the conservation of energy. അപ്പോൾ കാര്യങ്ങൾ സിമ്പിളാണ്. നമ്മൾ 2 പോയിന്റ് എടുക്കുന്നത്, ടോപ്പ് പോയിന്റ്, ബോട്ടം പോയിന്റ്. ടോപ്പ് പോയിന്റിൽ ബിയിൽ mg കിഴിപ്പോട്ട് T1 കിഴിപ്പോട്ട് അത് രണ്ടും നമ്മൾ mv1 സ്ക്വയർ ബൈ ആറോട് ഇക്വേറ്റ് ചെയ്യും. താഴെ mg കിഴിപ്പോട്ട് T2 ടെൻഷൻ മുകളിലോട്ട്, അപ്പോൾ T2 മൈനസ് mg ആയിരിക്കും അവിടെ mv2 സ്ക്വയർ ബൈ ആറായിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് V2 സ്ക്വയർ കാണാം, V1 സ്ക്വയർ കണ്ടുപിടിക്കുക. ഇനി ടോപ്പിൽ മിനിമം വെലോസിറ്റി ആകുമ്പോൾ ടോപ്പിൽ വരുന്ന മിനിമം വെലോസിറ്റി V1 is root of gr ആണ്. ബോട്ടമിൽ വരുന്ന മിനിമം വെലോസിറ്റി V2 root of 5gr ആണ്. Thus the velocity of the body at the lowest point corresponding to the velocity root of gr at the highest point. അപ്പോൾ റൂട്ട് ഓഫ് 5gr എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 5gr is the velocity of the body at the lowest point corresponding to the minimum velocity root of gr at the highest point. That is minimum velocity at the lowest point to complete the circle. അപ്പോൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വസ്തുവിന്, വെർട്ടിക്കൽ സർക്കിളിൽ കറന്ന വസ്തുവിന് ബോട്ടമിലെ വെലോസിറ്റി റൂട്ട് ഓഫ് 5gr ആണ്, ടോപ്പിലെ വെലോസിറ്റി റൂട്ട് ഓഫ് gr ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ടെൻഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ അതിനൊരു പ്രോബ്ലം ഇവിടെ കൊടുക്കുകയാണ്. A body of mass 0.5 kilogram is whirled, moved, rotated in a vertical circle at an angular frequency of 10 radians second raised to minus 1. If the radius of the circle is 0.5 meter, find the tension in the string when the body is at the top point of the circle and to bottom of the circle. Take G is 9.8 meter second raised to minus 2. A body of mass 0.5 kilogram is whirled in a vertical circle at an angular frequency of 10 radian second raised to minus 1. If the radius of circle is 0.5 meter, find the tension in the string when the body is 1 at the top of the circle, 2 at the bottom of the circle. G is given. അപ്പോൾ 0.5 മീറ്റർ നീളമുള്ള ഒരു ചരടിൻ്റെ അറ്റത്ത് കെട്ടി ഒരു വസ്തുവിനെ കറക്കുകയാണ്. ആ വസ്തുവിൻ്റെ മാസ് 0.5 കിലോഗ്രാം ആണ്. അത് കറക്കുന്ന സ്പീഡ് ഒമേഗ 10 റേഡിയൻ സെക്കൻഡ് റേസ് ടു മൈനസ് 2 ആണ്. എങ്കിൽ ടോപ്പ് പോയിന്റിലെയും സർക്കിളിൻ്റെ ടോപ്പ് പോയിന്റിലെയും ബോട്ടം പോയിന്റിലെയും
ചരടിൻ്റെ ടെൻഷൻ കണ്ടുപിടിക്കാനാണ്. So when the body is at A, the top of the circle, both mg and tension T1 act downward towards center of the circle such that T1 plus mg provides the necessary centripetal force. ടോപ്പിൽ നിൽക്കുമ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സായിട്ട് വരുന്നത് തുല്യമാകുന്നത് mv1² തുല്യമാകുന്നത് T1+mgക്കാണ്. ഇപ്പോൾ സർക്കുലർ മോഷൻ കാണിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ വരച്ച പടം തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. T1+mg is mv²r, that is at the top point. This will mr omega square. Omega is given. Therefore, T1 mg is taken to right side and taken as common factor. T1 is m into r omega square minus g. That is 0.5 into r 0.5 omega 10 square minus 9.8. On calculation, we get to 20.1 Newton. However, when the body is at B, the bottom point of the circle, mg acts vertically downwards, but the tension T2 upwards towards the center. Therefore, T2 minus mg provides the necessary centripetal force. That is at the bottom point. So at the bottom point, we can write T2 minus mg is equal to mv²r, mr omega square. Therefore, T2 is mr m into r omega square plus g. When we take minus mg to right side and m is taken as common factor. അപ്പോൾ ഇവിടെ ഈ ബോട്ടം പോയിന്റിൽ T1 minus mg അതാണ് mv²r. mv²rന് തുല്യമായിട്ടുള്ള റിലേഷനാണ് mr omega square. v is r omega ആണല്ലോ. അപ്പോൾ T2 equal to m into r omega square plus g. You put the values, m is 0.5, r is 0.5, omega is 10 square plus 9.8, we get it to 29.9 Newton. Thus, the tension at the top and the bottom of the circle are 20.1 Newton and 29.9 Newton respectively. അങ്ങനെ ഇവിടെ ഈ വെർട്ടിക്കൽ മോഷൻ നടത്തുന്ന വസ്തുവിൻ്റെ ടോപ്പിലും ബോട്ടമിലും എത്തുമ്പോൾ ആ വസ്തു ടോപ്പിലും ബോട്ടമിലും എത്തുമ്പോൾ ടെൻഷനാണ് നമുക്ക് കിട്ടിയത്. ടോപ്പിലെ ടെൻഷൻ ചരടിൻ്റെ 20.1 ന്യൂട്ടൺ ആണെങ്കിൽ ബോട്ടമിൽ 29.9 ന്യൂട്ടൺ ആയിരിക്കും. ഇനി നമുക്കൊരു ചെറിയൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഐൻസ്റ്റീൻസ് മാസ് എനർജി റിലേഷൻ. ഇതൊരു പതിവ് ചോദ്യമാണ്. സിലബസിൽ പ്രത്യേകം പറഞ്ഞില്ലെങ്കിലും എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാസ് എനർജി ഇക്വലൻസ് ഓർ മാസ് എനർജി റിലേഷൻ. Just idea only. Einstein in 1905 stated an important equivalence between mass and energy. ഐൻസ്റ്റീൻ ആണ് ഈ മാസ് എനർജി റിലേഷൻ തന്നത്. 1905 മാസും എനർജിയും തമ്മിലുള്ള ഒരു റിലേഷൻ അദ്ദേഹം എഴുതിയത്. The law states that the mass m and energy e are not quite independent entities but are equivalent. മാസും എനർജിയും പ്രത്യേകം സംഖ്യകളല്ല, അവ പരസ്പരം ബന്ധപ്പെട്ടതാണ്. പ്രത്യേകം ക്വാണ്ടിറ്റികളല്ല, അവ പരസ്പരം ബന്ധപ്പെട്ടതാണ്. മാറ്റർ മേ ബി കൺവേർട്ടഡ് ടു എനർജി ആൻഡ് വൈസ് വേഴ്സ ത്രൂ ദ റിലേഷൻ ഈസ് mc². സോ മാറ്റർ, മാസ് ആൻഡ് എനർജി, മാസ് മേ ബി കൺവേർട്ടഡ് ഇൻ ടു എനർജി ആൻഡ് വൈസ് വേഴ്സ ത്രൂ ദ റിലേഷൻ ഈസ് mc². മാസ് ആൻഡ് എനർജി ആർ ഇക്വലന്റ് ആൻഡ് they are related by the equation E is mc², where E is energy corresponding to mass m and c is the velocity of light. Here c is the speed of light. This relation is famous Einstein's mass energy relation and is called the mass energy equivalence relation. So the question may be like this: what is the principle of mass energy equivalence, or what is Einstein's mass energy relation? We say E is mc². E is Einstein's mass energy relation, which means energy and mass are identical. Energy can be converted into mass and mass can be converted to energy equivalently. That's the principle. Mass and energy are equivalently interconvertible. Mass and energy are equivalently interconvertible. E is equal to mc², where E is the energy corresponding to mass m and c is the speed of light in vacuum. That you study E is mc², very famous.
അപ്പോൾ അത് വെച്ച് ഒരു പ്രോബ്ലം ഇവിടെ കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 3 പ്രോബ്ലം ആയിട്ടാണ്. കാൽക്കുലേറ്റ് ദി എനർജി ഇക്വലൻറ്റ് ടു 1 milligram to 1 kilogram 3 to 1 AMU. Take a C is equal to 3 into 10 raised to 8 meter per second. Solution 1. M is 1 milligram. 1 milligram is 10 raised to minus 6 kilogram. മില്ലിഗ്രാമിലെ ഗ്രാം ആക്കണം, പിന്നെ കിലോഗ്രാം ആക്കണം. അപ്പോൾ ഒരു 10 raised to minus 3 into 10 raised to minus 3 വരും, which is 10 raised to minus 6. E is mc square equal to 10 raised to minus 6 into 3 into 10 raised to 8 square, which is 9 into 10 raised to 10 joule. That is the first answer. The second is m is 1 kilogram. Then we get E is mc square 1 into 3 into 10 raised to 8 square is equal to 9 into 10 raised to 16 joule. That is the answer. The third question is 1 AMU. 1 AMU is 1.66 into 10 raised to minus 27 kilogram. That we convert. 1.66 into 10 raised to minus 27 into 3 into 10 raised to 8 square equal to 14.94 into 10 raised to minus 13 joule. That we convert into EV and then MEV by dividing by 1.6 into 10 raised to minus 19, that is EV, and again that is so much EV, which is equal to 933.8 into 10 raised to 6 EV. 10 raised to 6 EV is 1 MeV, million electron volt. So 933.8 MeV. But the acceptable value is 931, 31.6, 31.5. 931 MeV is the acceptable value. There may be a correction because there may be a small correction. The value of C is not exactly 3, it is 2.999. And 1 AMU is not exactly 1.66, there is something, 1.6603. So when we calculate exactly, the exact value of 1 MeV is equal to 931, 1 AMU is equal to, 1 U is equal to 931 MeV. In this calculation, we obtained 933.8 MeV. അപ്പോൾ ഒരു AMUവിന് അല്ലെങ്കിൽ ഒരു യുവിന് തുല്യമായിട്ടുള്ള AMUവിനെ വിളിക്കുന്ന മറ്റൊരു രീതിയാണ് യൂണിഫൈഡ് മാസ് യൂണിറ്റ്. അതിന് തുല്യമായിട്ടുള്ള എനർജി 931 MeV ആണ്. ഈ പ്രോബ്ലത്തിൽ ആ വാല്യൂവിൻ്റെ ചെറിയ വേരിയേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് 933.8 MeV എന്ന് കിട്ടും. ഇനി ഈ mc സ്ക്വയറിൻ്റെ ഒരു പ്രോബ്ലമാണ്. The energy supplied to Calcutta by the State Electricity Board during an average November weekday was 40 million kilowatt hour. If this energy could be obtained by the conversion of matter, how much mass would have to be annihilated? ഇപ്പോൾ കൽക്കട്ട നഗരത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതി 40 മില്യൺ കിലോവാട്ട് അവറാണ് ഒരു നവംബർ മാസത്തിൽ. ഇപ്പോൾ നവംബർ മാസത്തിൻ്റെ പ്രത്യേകത അറിയാലോ, 30 ഡേയ്സാണ്. അപ്പോൾ ഇത് ഈ ന്യൂക്ലിയർ ഫിഷൻ മൂലം ഈ മാറ്റർ എനർജിയാക്കി മാറ്റുന്ന രീതി വെച്ച് ഉണ്ടാക്കുന്നതാണെങ്കിൽ എത്ര മാത്രം മാറ്റർ വേണ്ടി വരും, എത്രമാത്രം യുറേനിയം വേണ്ടി വരും, എത്രമാത്രം പൊളോണിയം വേണ്ടി വരും എന്നുള്ളതാണ് ചോദ്യം. സൊല്യൂഷൻ അക്കോർഡിംഗ് ടു മാസ് എനർജി റിലേഷൻ E is mc square, M is E by C square. E is equal to given 40 million kilowatt hour. അപ്പോൾ മില്യൺ എന്ന് പറഞ്ഞാൽ 10 raised to 6 ആണ്. സോ 40 into 10 raised to 6. കിലോവാട്ട് അവർ എന്ന് പറഞ്ഞാൽ 36 into 10 raised to 5 or 10 cubed into 10 cubed into 3600 joule. അതാണ് ഓർക്കുക. 1 kilowatt hour is 36 into 10 raised to 5, which can be also written as 10 cubed into 3600. So we get 4 into 36 into 10 raised to 12 joule. That is energy. So mass required M is equal to E by C square 4 into 36 into 10 raised to 12 by 3 into 10 raised to 8 square, which will work out as
16 into 10 raised to minus 4 kilogram, which is 1.6 gram. അപ്പോൾ ഈ നവംബർ മാസത്തിൽ കൽക്കട്ട നഗരത്തിൽ ഉള്ള കംപ്ലീറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നമുക്കൊരു 1.6 ഗ്രാം യുറേനിയം മതി എന്നർത്ഥം. വളരെ കുറച്ച് ന്യൂക്ലിയർ എനർജിയുടെ സാധ്യത. കൽക്കട്ട നഗരം പോലെയുള്ള വലിയ പട്ടണത്തിൽ ഒരു നവംബർ മാസത്തെ കംപ്ലീറ്റ് ഇലക്ട്രിസിറ്റിയുടെ റിക്വയർമെൻറ്റിന് 1.6 ഗ്രാം റേഡിയം അല്ലെങ്കിൽ യുറേനിയം മതിയാകും. അതിന് നമ്മൾ സൂട്ടബിളായിട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്ക് അത്ര എനർജി കിട്ടും. അതായത് ഈ 1.6 ഗ്രാം എനർജിക്ക് തുല്യമാണ് ഈ 40 kWh വൈദ്യുതി എന്ന് പറയുന്നത്. That is solved with your 47th class ഓൺ ക്ലാസ്സിലുള്ള ഫിസിക്സ്. Thank you very much.